പ്രൈസ് ദ ലോർഡ്. ഒരു വർഷം നമ്മൾ പിന്നിട്ടു. 2025 ദൈവം നമ്മളെ കൊണ്ടുവന്നതിനായി കൊടാനുകൂടി നന്ദി പറയാം. ഈ മാർച്ച് 3 മുതൽ സഭയിൽ 50 നൊയമ്പ് ആരംഭിക്കുകയാണല്ലോ. വലിയ നൊയമ്പ്. പ്രിയ ദൈവമക്കളെ, ഇതൊരു ആത്മീയ യാത്രയാണ്. ഈ ആത്മീയ പുതുക്കത്തിനായി ക്രിസ്തീയ വിശ്വാസികൾ ഒരുങ്ങേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ആത്മീയ ജീവിതം ഒന്നുകൂടി പുതുക്കപ്പെടേണ്ടതിനുള്ള രൂപാന്തരത്തിലേക്കുള്ള ഒരു യാത്രയാണിത്. ഈ കാലഘട്ടം ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും പരിപാവനമായ സന്ദർഭമാണ്. ഉപവാസവും പ്രാർത്ഥനയും ഒരേ നാണയത്തിൻ്റെ 2 വശങ്ങളാണെന്നറിയാമല്ലോ. ഈ സമയം കർത്താവുമായി ഒരു ആഴമേറിയ ഉറ്റ ബന്ധം അന്വേഷിക്കുകയാണ് നാം. കൂടാതെ ദൈവം മുമ്പാകെ നമ്മളെ തന്നെ ഒന്ന് വിനയപ്പെടുത്താനും ഈ 50 ദിവസം നമ്മളെ സഹായിക്കുന്നു. മറ്റൊന്ന്, വ്യക്തിപരമായ കാര്യങ്ങൾ മാത്രമല്ല നാം ദൈവം മുമ്പാകെ സമർപ്പിക്കേണ്ടത്. നമ്മുടെ രാജ്യത്തിനും സമൂഹത്തിനും ലോകം മുഴുവനും വേണ്ടി മധ്യസ്ഥത അണയ്ക്കുന്ന സമയമാകണം. അതിലൂടെ ആത്മീയ ഉണർവും ആത്മീയ വളർച്ചയും നാം അനുഭവവേദ്യമാക്കണം. എന്തിനാണ് 50 ദിവസം ഉപവസിക്കുന്നത്? അത് വേദപുസ്തകത്തിൽ വചനാടിസ്ഥാനത്തിൽ ഒരു പ്രിൻസിപ്പിൾ തന്നെയാണ്. ലേവ്യ പുസ്തകം 23 യഹോവ ഇസ്രായേൽ മക്കളോട് എൻ്റെ ഉത്സവങ്ങൾ, വിശുദ്ധ സഭായോഗം വിളിച്ചുകൂട്ടേണ്ട യഹോവയുടെ ഉത്സവങ്ങൾ, ഇവയെക്കുറിച്ചൊക്കെ വിശദീകരിക്കുന്നുണ്ട്. അതിൻ്റെ 16 വാക്യത്തിൽ 7-ാമത്തെ ശബത്തിൻ്റെ പിറ്റന്നാൾ വരെ 50 ദിവസം എണ്ണി യഹോവയ്ക്ക് പുതിയ ധാന്യം കൊണ്ട് ഒരു ഭോജനയാഗം അർപ്പിക്കണമെന്നും നാം വായിക്കുന്നു. ഈ നൊയമ്പിലേക്ക് എങ്ങനെ ഒരുങ്ങണം? ഒന്നാമതായി വ്യക്തമായൊരു ഉദ്ദേശം ഉണ്ടായിരിക്കണം. 50 ദിവസത്തെ ഉപവാസത്തിലൂടെ നമുക്ക് എന്താണ് നേടാനുള്ളത്? ആത്മീയ വളർച്ചയാണോ? രോഗസൗഖ്യമാണോ? അതോ ഒരു ഗൈഡൻസ് ആണോ? പ്രിയപ്പെട്ടവരെ, ഒരു ക്ലിയർ ഇൻറ്റൻഷൻ നമുക്ക് ഉണ്ടായിരിക്കണം. ഉപവാസത്തിൻ്റെ രീതി തിരഞ്ഞെടുക്കണം. ഭാഗികമായ ഉപവാസമാണോ? ദ്രാവക രൂപത്തിലുള്ള പാനീയം മാത്രം കഴിച്ചിട്ടാണോ? അതോ കഠിന ഉപവാസമാണോ? തീരുമാനിക്കണം പ്രിയമുള്ളവരെ. തീരുമാനം ഉറ്റ സുഹൃത്തുക്കളുമായോ കൂട്ടായ്മയിലെയും കുടുംബത്തിലെയും ആളുകളോടായോ ഷെയർ ചെയ്യണം. എന്താണ് ഉപവാസത്തിലൂടെ നാം പ്രതീക്ഷിക്കുന്നത്? ഒന്നാമതായിട്ട് ആത്മീയ വളർച്ച തന്നെയാണ്. ദൈവവചനം ആഴത്തിൽ മനസ്സിലാക്കുകയും ദൈവവുമായി ഒരു ദൃഢമായ ബന്ധം സ്ഥാപിക്കുകയും ചെയ്യുക. രണ്ടാമതായി, ശാരീരിക വെല്ലുവിളികൾ ഉണ്ടാകാം. ശാരീരിക ക്ഷീണത്തെ ചെറുത്തു നിൽക്കാൻ ദൈവത്തിലുള്ള വിശ്വാസവും ആത്മശക്തിയും പ്രാപിക്കണം. മൂന്നാമതായി, വൈകാരിക സംഘർഷങ്ങളാണ്. എല്ലാവരോടും തുറന്ന് സംസാരിക്കണം. ആരോടെങ്കിലും വൈരാഗ്യം വെച്ച് പുലർത്തുന്നുണ്ടെങ്കിൽ ഉടനെ ക്ഷമിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ഉദ്ദേശശുദ്ധി വെളിപ്പെടുത്തണം. എങ്ങനെയാണ് ഉപവാസ ദിവസങ്ങൾ കഴിച്ചു കൂട്ടേണ്ടത്? ഒന്നാമതായി, ദൈവവചനം മുടങ്ങാതെ വായിക്കണം. ദൈവിക പ്രമാണങ്ങൾ അനുസരിക്കണം. അടുത്തത്, കൂടുതൽ സമയം പ്രാർത്ഥനയിലും ആരാധനയിലും മുഴുകി ദൈവവുമായുള്ള ബന്ധത്തിൽ തന്നെ ആയിരിക്കണം. മൂന്നാമത്, ഉപവസിക്കുന്ന വിശ്വാസികളുടെ സമൂഹത്തിൽ സമയം ചെലവഴിക്കണം. ലോകപ്രകാരമുള്ള മക്കളുടെ കൂടെ സമയം ചെലവഴിക്കുമ്പോൾ നമ്മുടെ ആ ദൈവവുമായിട്ടുള്ള ബന്ധത്തിന് അവിടെ ഒരു ഗ്യാപ്പ് സംഭവിക്കാൻ ഇടവരുന്നുണ്ട്. ദൈവമക്കളെ, ഉപവാസം എന്ന് പറയുന്നത് ഭക്ഷണം വെടിയുക എന്ന് മാത്രമല്ല, ദൈവവുമായി ആഴത്തിലൊരു ബന്ധം സ്ഥാപിക്കുക എന്നതാണ്. ഈ നൊയമ്പ് കാലം അതിനായിട്ട് നമ്മളെ ഒരുപാട് സഹായിക്കും. ഉപവാസം എന്ന മലയാള വാക്കിൻ്റെ അർത്ഥം കൂടെ വസിക്കുക, ഉപവസിക്കുക എന്ന് തന്നെയാണ്. ആരുടെ കൂടെയാണ്? ദൈവത്തോടു കൂടെ തന്നെ. അടുത്ത് വസിക്കുക, സ്റ്റേ ക്ലോസർ, ചേർന്ന് നടക്കുക. ദൈവത്തിൻ്റെ അടുത്ത്, ദൈവത്തോടൊപ്പം, ദൈവ സാന്നിധ്യത്തിൽ വസിക്കുക. എത്ര സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങളായിരിക്കും. അവനാകട്ടെ നമ്മുടെ ആത്മസ്നേഹിതൻ. യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, അകത്ത് വരിക. ദൈവം നമ്മെ വിളിക്കുകയാണ്. കം ക്ലോസ് ടു മീ. എന്നോട് നിരപ്പായി എൻ്റെ കൂടെ വാ. യാക്കോബ് 4:8 ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്തു വരും.
അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ള ഏവരുമേ എൻ്റെ അടുക്കിലേക്ക് വരുവിൻ. കർത്താവ് പറയുന്നു, കം ക്ലോസ് ടു മീ. പ്രിയ ദൈവമക്കളെ, നാം അകന്നു നിൽക്കേണ്ടവരല്ല കേട്ടോ. ധൈര്യത്തോടെ കൃപാസനത്തിൻ്റെ അടുത്തേക്ക് ചെല്ലാം. എബ്രായർ 10:22 വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം കൊണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്ത് ചെല്ലുക. അതൊക്കെ പ്രാപിക്കാൻ തന്നെയാണ് നാം ഉപവാസത്തിലേക്ക് വരുന്നത്. സ്തോത്രം. ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി ഒഴിഞ്ഞു പോകുകയില്ല. ഏത് ജാതിയാ? പിശാചുക്കളാണോ? അതിനേക്കാൾ വലിയൊരു ജാതി അവിടെ ഉണ്ട്. ഈ ഇതിൻ്റെ പശ്ചാത്തലം അവിടെ ശിഷ്യന്മാർ ചോദിക്കുകയാണ്, ഞങ്ങൾക്ക് എന്തുകൊണ്ട് ഇത് സാധിക്കുന്നില്ല? അപ്പോൾ യേശു പറഞ്ഞു, നിങ്ങളുടെ അല്പവിശ്വാസം കൊണ്ടത്രയെന്ന്. ഇതെങ്ങനെ മാറിപ്പോകുമെന്ന് ചോദിച്ചതിനാണ് കർത്താവ് ഉപവാസത്താലും പ്രാർത്ഥനയുമല്ലാതെ ഈ ജാതി ഒഴിഞ്ഞു പോകുകയില്ല എന്ന മറുപടി പറഞ്ഞത്. കൂടുതൽ സമയം കർത്താവിൻ്റെ കൂടെ ഇരുന്നാൽ വിശ്വാസം വർദ്ധിക്കും. സ്തോത്രം. ക്രിസ്തു ആരാണെന്നും അവൻ എന്ത് കഴിയുമെന്നും ഗ്രഹിക്കാൻ കഴിയും. അങ്ങനെ അവൻ്റെ അടുത്ത് സമയം ചെലവഴിക്കുമ്പോൾ ആഹാരം കഴിക്കാൻ തന്നെ നമ്മൾ മറന്നുപോകും. ജോലികളൊക്കെ മാറ്റിവെക്കും. ലൂക്കോസ് 10 കാണുന്ന മാർത്തയെയും മറിയയെയും കുറിച്ച് മാത്രം ഓർത്താൽ മതി. മറിയ നല്ല അംശം തന്നെ തെരഞ്ഞെടുത്തു. വീട്ടിൽ പണിയില്ലാഞ്ഞിട്ടൊന്നുമല്ല. ഷീ ഫാസ്റ്റഡ് ഫ്രം ദ കിച്ചൺ. അല്പസമയത്തേക്ക് അടുക്കള ഉപേക്ഷിച്ചു. ഈ കർത്താവിനെ അടുത്ത് കിട്ടിയ സമയം നഷ്ടപ്പെടുത്തരുതെന്ന് അവൾ ചിന്തിച്ചു. ലെറ്റ് മീ ഗോ ക്ലോസ് ടു ഹിം. അവൻ്റെ കാൽപാദത്തിലിരുന്ന് വചനം കേട്ട് അവനോട് അടുത്തിരിക്കുന്നതിലുള്ള ഒരു സന്തോഷം. പണ്ട് യേശു ശരീരത്തിലായതുകൊണ്ടാണ് വീട്ടിൽ വരേണ്ട ഗതികേടൊക്കെ ഉണ്ടായത്. എന്നാൽ പ്രിയ സഹോദരങ്ങളെ, അവനിപ്പോൾ ആത്മാവിലായതുകൊണ്ട് നമ്മുടെ അടുക്കൽ എപ്പോഴും ഉണ്ട്. ആമേൻ. നമ്മുടെ വിശപ്പ്, ദാഹം, മറ്റ് വ്യക്തിപരമായ കാര്യങ്ങൾ ഇതൊക്കെ നമുക്ക് തടസ്സമാകുന്നുണ്ടോ? ഈ തടസ്സങ്ങളെ നീക്കിക്കളയുന്നതിനെയാണ് ഉപവാസം എന്ന് പറയുന്നത്. ഹിബ്രു ഭാഷയിൽ ഉപവാസം എന്നതിനെ സും എന്നാണ്. TSUM. ഇതിൻ്റെ അർത്ഥം വാ മൂടുക എന്നാണ്. കാരണം നാം ആഹാരം നിർത്തിയാലും നമ്മുടെ സ്വഭാവം സംസാരം ഒരിക്കലും നിർത്തുകയില്ല. അതുകൊണ്ട് സ്റ്റോപ്പ് ടോക്കിംഗ് ആൻഡ് സ്റ്റാർട്ട് ലിസണിങ്. കൃപാസനത്തിൻ്റെ അടുക്കൽ ചെന്നാൽ സംസാരം വളരെ കുറയും. അത് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ ആയിരിക്കും. നമ്മൾ ചെയ്യുന്നത് ആളുകളെ കാണാനൊന്നല്ല, ദൈവത്തെ കാണാനാണ് നമ്മൾ അവിടെ ചെല്ലുന്നത്. ആമേൻ. അപ്പോസ്തലപ്രവൃത്തികൾ 13 അവർ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് സംസാരിച്ചു. കർത്താവിൻ്റെ അടുത്തേക്ക് ചെന്നാൽ മിക്കവാറും നമ്മുടെ ഒക്കെ മൂടി വയ്ക്കും. അവൻ്റെ ലാവണ്യ വാക്കുകൾ കേൾക്കാൻ തക്കവണ്ണം മറിയ ചെയ്തതുപോലെ അവൻ്റെ കാൽപാദത്തിലിരുന്ന് അവനെ ചെവി വിട്ടുകൊടുക്കണം. ഗ്രീക്ക് ഭാഷയിൽ നിസ്റ്റിയ, NISTEYA, ഭക്ഷണം വർജിക്കുക എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. ഭക്ഷണം വർജിച്ച് ഒരു നിശ്ചിത കാലഘട്ടത്തിലോ നിശ്ചിത ക്രമത്തിലോ നിശ്ചിത രീതിയിലോ നമുക്ക് ജീവിക്കാൻ സാധിക്കും. അത് മാത്രമല്ല ആ പദത്തിൻ്റെ അർത്ഥം. ഇതിന് തുല്യമായൊരു പദം പഴയ നിയമത്തിൽ കാണുന്നുണ്ട്, ആത്മതപനം. അതായത് അഫ്ലിക്റ്റിംഗ് യുവർ സോൾ. ലേവ്യ 16:31. അത് നിങ്ങൾക്ക് വിശുദ്ധ സ്വസ്ഥതയുള്ള ശബത്തായിരിക്കണം. നിങ്ങൾ ആത്മതപനം ചെയ്യണം. അത് നിങ്ങൾക്ക് എന്നേക്കുമുള്ള ചട്ടമാകുന്നു. യു ഷാൽ അഫ്ലിക്റ്റ് യുവർ സോൾസ്, ഹംബ്ലിങ് യുവർ സെൽവ്സ്. ഐ ആം ഗോയിങ് ടു സ്പെൻഡ് ടൈം വിത്ത് മൈ ലോർഡ് എന്ന് ഞാൻ തീരുമാനിക്കുമ്പോൾ എൻ്റെ ആത്മാവിലുണ്ടാകുന്ന ദുഃഖത്തെയാണ് ആത്മതപനം എന്ന് പറയുന്നത്. എൻ്റെ ജീവിത വിശുദ്ധിക്കായിട്ടും പ്രായശ്ചിത്തത്തിനായിട്ടും മനസ്സിലാക്കിയ കാര്യങ്ങൾ എനിക്ക് ജീവിതത്തിൽ അനുവർത്തിക്കാൻ കഴിയാതായപ്പോൾ ഒരു ദുഃഖം ഉണ്ട്. അതെന്താണ്? മാനസാന്തരത്തിനായുള്ള ഒരു വിശുദ്ധ ദുഃഖമാണത്. അതെൻ്റെ ഉള്ളിലുണ്ടാകണം. വേറൊരു തരത്തിൽ പറഞ്ഞാൽ നമ്മുടെ ജഡത്തെ പൂർണ്ണമായി ത്യജിച്ചു കളയാൻ, ജഡീക ചിന്തകളെ വെടിഞ്ഞു കളയാൻ നമ്മുടെ ഉള്ളിൽ ഒരാവേശമുണ്ടാകണം. എൻ്റെ പ്രിയ ദൈവമക്കളെ, ഇസ്രായേൽ മക്കളെ വിശപ്പിച്ചത് അവർക്ക് വിശപ്പിൻ്റെ വില അറിയാൻ ഒരു അവസരം കൊടുത്തതാണ് എന്ന് നാം ഓർക്കണം. ആവർത്തനം 8:2-3 വാക്യങ്ങൾ
അവൻ നിന്നെ താഴ്ത്തുകയും നിന്നെ വിശപ്പിക്കുകയും മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല യഹോവയുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് നിന്നെ ഗ്രഹിപ്പിക്കേണ്ടതിനെ നീയും നിന്റെ പിതാക്കന്മാരും അറിഞ്ഞിട്ടില്ലാത്ത മന്ന കൊണ്ട് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്തു. സ്തോത്രം. ഈ നൊയമ്പുകാലം നാം ഓർക്കേണ്ടത്, നിന്നെ പുലർത്താൻ നിന്റെ ദൈവത്തിന് കഴിയും. നീ അവനോട് ചേർന്നിരുന്നാൽ നിന്നെ വിശപ്പിക്കാനും ദൈവത്തിന് കഴിയും. അവൻ്റെ കൂടെ ഇരിക്കുന്നത്, അവൻ്റെ കൂടെ സഞ്ചരിക്കുന്നത് എത്ര സന്തോഷകരമാണ്, എത്ര മനോഹരമാണ്. ഞാൻ നിന്നോട് സംസാരിച്ച വചനം ജീവനായിട്ട് നിനക്ക് മാറും. ജീവൻ ലഭിക്കാനാണല്ലോ ആഹാരം കഴിക്കുന്നത്. അത് നിന്നിൽ ആത്മാവുമായി വ്യാപരിക്കും. ഈ ആത്മീയ യാത്രയിൽ മുന്നോട്ട് പോകാൻ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ദൈവനാമം മാത്രം മഹത്വപ്പെടട്ടെ. ആമേൻ.